യേശുക്രിസ്തുവിൽ ബഹുമാന്യരെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും യാക്കോബിന്റെ ലേഖന പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിവിധങ്ങളായ ബന്ധപ്പാടുകൾ നിമിത്തം കഴിഞ്ഞ ചില ദിവസങ്ങളായി ഇവിടെ ഈ പഠനം തുടരുവാൻ കഴിഞ്ഞില്ല. എങ്കിലും കർത്താവ് നിലയിൽ നമ്മളെ പ്രാപ്തിപ്പെടുന്നല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ആരായി ആണ് ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ യാക്കോബ്, പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന യാക്കോബുകൾ ഏതെല്ലാം വ്യക്തികളാണ്, ഈ ലേഖനകർത്താവായ യാക്കോബിന്റെ വ്യക്തിഗതമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ഇത്യാദി കാര്യങ്ങൾ വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ അതിപ്രധാനമായ 1-2 കാര്യങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്ന് 5 ഉദ്ധരണികൾ യാക്കോബ് തന്റെ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ നിന്ന് ഉള്ള ആശയങ്ങൾ യാക്കോബ് കടം കൊണ്ടിട്ട് തന്റെ ലേഖനത്തിൽ യാക്കോബ് 1:2, മത്തായി 5:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും, 1:4 മത്തായി 5:48, 1:5 മത്തായി 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും, 4:11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ മത്തായി 7:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും, അതുപോലെ 5:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ മത്തായി 6:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെയും ആശയ സമ്പുഷ്ടീകരണം നമുക്ക് കാണാൻ സാധിക്കും. ഒരു വസ്തുത നമ്മളിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. യെരുശലേമിലെ സഭ ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു ഘട്ടത്തിലാണ് യാക്കോബ് ജീവിച്ചിരുന്നത്, തന്റെ ശുശ്രൂഷകൾ ചെയ്തത്. അതൊരു പരിവർത്തന കാലഘട്ടമായിരുന്നു, ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. ആ പരിവർത്തന കാലഘട്ടത്തിൽ ഈ കൃപയുടെ സുവിശേഷം 100% ജനഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണ്. അത് മാത്രമല്ല, ന്യായപ്രമാണത്തിന്റെ നിഴലിൽ നിന്ന് ദൈവകൃപയുടെ പൊരുളിലേക്ക് ജനം പരിവർത്തനപ്പെടുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് യെരുശലേമിലെ സഭയുടെ അധ്യക്ഷനായി ഈ യാക്കോബ് ഇരുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധാവ്യമാണ്. ഇനിയും ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത്? എല്ലാ ലേഖനവും എഴുതുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ഇതൊക്കെ ഈ എഴുത്തുകാരുടെ മുമ്പിലുണ്ട്. യാക്കോബ് തന്റെ ലേഖനം എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അതായത് പലസ്തീൻ പ്രവിശ്യയുടെ വെളിയിലുള്ള സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാരായ ആളുകൾ അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളായ ആളുകൾ, അവർക്കാണ് താനിത് എഴുതുന്നത്. വാസ്തവത്തില് ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായി ആ കാലഘട്ടങ്ങളിൽ യഹൂദന്മാർ ചിതറിപ്പാർത്തുവന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു എന്ന് പഠിക്കണം. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് നാളിലെ സംഭവം പഠിക്കുമ്പോൾ പ്രവൃത്തി 2 14-ലധികം ഭാഷക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ 14-ലധികം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. യാക്കോബ് ഈ ലേഖനം എഴുതുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച യഹൂദ ക്രൈസ്തവ വിശ്വാസികൾക്കാണ്. അവരെ ഏതാണ്ട് 19 പ്രാവശ്യം സഹോദരന്മാർ എന്ന പദം കൊണ്ട് അദ്ദേഹം അഡ്രസ് ചെയ്തിട്ടുണ്ട്. വാസ്തവത്തില് ഇത് ജഡപ്രകാരമുള്ള സഹോദരന്മാർ എന്നർത്ഥത്തിലല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട സഹോദരന്മാർ എന്ന അർത്ഥത്തിലാണെന്ന് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം കൊണ്ട് നമുക്ക് മറുപൊരുളാകുന്നു. വാസ്തവത്തില് ഈ ദുഷ്ടന്മാരായ ആളുകളെ സംബന്ധിച്ചും ധനവാന്മാരായ ആളുകളെ സംബന്ധിച്ചും ഒക്കെ യാക്കോബ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ചിതറിപ്പാർക്കുന്ന എന്ന വാക്ക് 1:1
വാസ്തവത്തിൽ വളരെ നമ്മെ താല്പര്യപൂർവ്വം ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഒരു പദപ്രയോഗമാണ്. യഹൂദന്മാരെ ചിതറിപ്പോക്ക്, അല്ലെങ്കിൽ ഈ ക്രിസ്തീയ വിശ്വാസികളുടെ ചിതറിപ്പോക്ക്, അത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് കഴിയും. ഈ ചിതറിപ്പോയ ശിഷ്യന്മാർ എന്നൊരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇതുകൂടാതെ യഹൂദന്മാർ തന്നെ റോമൻ പീഡന കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ നാനാ പ്രവിശ്യകളിലേക്ക് ചിതറി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വിശ്വാസികൾ രണ്ട് നിലയിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു. ഒന്ന്, സ്വജാതിക്കാരായ യഹൂദന്മാരുടെ എതിർപ്പ്. രണ്ട്, റോമാക്കാരായ ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്ര അധിപന്മാരിൽ നിന്നുള്ള എതിർപ്പ്. ഇങ്ങനെ ചിതറിപ്പാർക്കുന്ന ഈ വിശുദ്ധന്മാര് രണ്ടു തലങ്ങളിൽ, സ്വജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലും അതിശക്തമായിരിക്കുന്ന എതിർപ്പിനെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോയ ആ കാലഘട്ടം. ഇങ്ങനെയുള്ള ഒരു സമയത്താണ് യാക്കോബ് ജീവിച്ചിരുന്നതും യാക്കോബ് തന്റെ ഈ ചിതറിപ്പോയ സഹോദരന്മാർക്ക് എഴുതിയതും യാക്കോബ് യെരുശലേമിലെ സഭയിൽ ശ്രദ്ധേയമായ സ്ഥാനം വഹിച്ച് മുമ്പോട്ട് പോകുന്നതും. ഇനി അടുത്ത, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ലേഖനം യാക്കോബ് എഴുതിയത് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. പുതിയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങൾ എഴുതുമ്പോഴും ആ പുസ്തകം എഴുതുന്നതിന് ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലം വിളിച്ചതിലാണ് അപ്പോസ്തലന്മാര് അത് എഴുതിയിട്ടുള്ളത്. പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ റോമിലുള്ള ക്രിസ്തീയ വിശ്വാസികളെ താന് സന്ദർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള വിഷയം അവരെ ഉദ്ബോധിപ്പിക്കാനും വിശ്വാസത്താലുള്ള നീതീകരണം എപ്രകാരമാണ് ഒരു പാപിക്ക് ലഭിക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തുവാനുമാണ് റോമാലേഖനം എഴുതിയത്. അതുപോലെ 1 കൊരിന്തി അത് എഴുതി സഭയിലേക്ക് അത് അയക്കുമ്പോൾ ആ കൊരിന്തു സഭയിൽ ഉണ്ടായിരുന്ന നിലവിലിരുന്ന ചില പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അത് എഴുതിയത്. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു പറ്റം വിപരീത ഉപദേഷ്ടാക്കന്മാരായ ആളുകൾ, അതർ ഗോസ്പൽ സംസാരിക്കുന്നവർ, അവരെ കറക്റ്റ് ചെയ്യുക, അതിനുവേണ്ടിയാണ് ഗലാത്യ ലേഖനം എഴുതിയത്. യാക്കോബ് ലേഖനം നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ യഹൂദ ക്രൈസ്തവ വിശ്വാസികളായ ആളുകൾ തങ്ങളുടെ വ്യക്തിഗതമായ ജീവിതങ്ങളിലും സഭാ ജീവിതങ്ങളിലും അഭിമുഖീകരിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം യാക്കോബ് നൽകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർ വളരെ വിഷമകരമായ പരിശോധനയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിഷമകരമായ പരിശോധനയിൽ കൂടി അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വാസ്തവത്തില് പാപത്തിലേക്കുള്ള പരീക്ഷകളിലും അതുപോലെ തന്നെ ഈ ചില ആളുകൾ ധനവാന്മാരായ ആളുകളുടെ മുമ്പാകെ അവഗണിക്കപ്പെട്ടും മറ്റു ചില ആളുകൾ ധനവാന്മാരാൽ ചൂഷണം ചെയ്യപ്പെട്ടും അങ്ങനെ സഭാ അധീപന്മാരായ ആളുകൾ തങ്ങളുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സര മനോഭാവത്തോട് പ്രവർത്തിച്ചും ഒക്കെ മുമ്പോട്ട് പോകുന്നതിന്റെ ദോഷിക ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പല വിശ്വാസികളും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വാസ്തവത്തില് ഈ സഭ, അതായത് അവിടെ ഉണ്ടായിരുന്ന യെരുശലേമിലെ സഭ, ആ സഭ അവകാശപ്പെട്ടതുപോലെ അവരുടെ ജീവിതങ്ങളിൽ തങ്ങളുടെ വിശ്വാസം ജീവിച്ചു കാണിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതിലവർ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കൂടാതെ അവരുടെ ഇടയിലെ നാവ് കൊണ്ടുള്ള ദോഷം വളരെ അധികം ഉണ്ടായിരുന്നു. വാസ്തവത്തില് അത് വളരെയധികം ഭിന്നതയ്ക്കും പോരാട്ടങ്ങൾക്കും മുഖാന്തരമായി ഭവിച്ചു എന്ന് നാവ് ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു അവയവമെങ്കിലും അത് വലിയ കാടിനെ തീ പിടിപ്പിക്കുന്നു. ഒരു കപ്പലിനെ അതിന്റെ നങ്കൂരം കൊണ്ട് നിയന്ത്രിക്കാം, നാവിനെയോ നിയന്ത്രിക്കാവുന്നതല്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് നാവിനാലുള്ള ദോഷം അനുഭവിച്ച ധാരാളം സഹോദരന്മാര് അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നു. മറ്റൊരു പ്രശ്നമാണ് ലോകമയത്വം. വിശ്വാസികളിലെ ദൈവത്തെക്കാൾ കർത്താവിനേക്കാൾ അധികം ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കുന്ന ലോകമയത്വം അവരുടെ ജീവിതത്തെ ബാധിച്ചിരുന്നു. ചില വിശ്വാസികൾ മനഃപൂർവ്വമായി ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും അതുപോലെ തന്നെ അത് മുഖാന്തരമായി അവർ ശാരീരികമായി രോഗത്തിലും മറ്റും ആയിത്തീരുകയും ചെയ്തു. അതുകൊണ്ടാണ് ചില വിശ്വാസികൾ
കർത്താവിൽ നിന്ന് അകന്ന് പാർക്കുവാൻ പോലും ഈ ബന്ധത്തിൽ ഇടയായി തീർന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളെ ഈ സഭയിൽ വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വന്നതിനെ നമ്മൾ ഒന്നൊന്നായി നമ്മൾ നോക്കുമ്പോൾ വാസ്തവത്തില് ഈ കാലഘട്ടത്തിലെ ഓരോ പ്രാദേശിക സഭയിലെയും പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വാസ്തവത്തില് ഈ ഈ ലോകമയത്വം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണോ? വാസ്തവത്തിൽ വലിയ പാപമാണോ? വാസ്തവത്തില് വിശ്വാസികളായ ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരായിട്ടാണോ അവർ ജീവിക്കുന്നത്? യാക്കോബ് വാസ്തവത്തിലെ നിരവധി വിഷയങ്ങളാ ഇവിടെ ഈ ലേഖനത്തിൽ പറയുന്നത്. ധനവാന്മാര്, ദരിദ്രര്, വിശ്വാസികളെ ഒപ്രസ് ചെയ്യുന്നവര്, അവരോട് ദൈവം പ്രതികാരം ചോദിക്കുന്ന കാര്യങ്ങള്, വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങള്, സഭാജീവിതത്തിൽ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങള്, യഹൂദന്മാരിൽ നിന്ന് യഹൂദൻ സമൂഹത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ അനുഭവിക്കേണ്ടി വന്ന ശാരീരികമായ കഷ്ടനഷ്ടങ്ങള്, മാനസികമായ സങ്കടങ്ങള്, വിശ്വാസികൾ റോമ സാമ്രാജ്യത്തിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ആത്മീക അപക്വത അല്ലെങ്കിൽ ആത്മീകമായ നിലയിൽ വളർന്നു വരാൻ കഴിയാതെ പോയ അവസ്ഥ മറ്റൊരു പ്രശ്നമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ആത്മീകമായി വളർച്ച പ്രാപിക്കുന്നതിൽ മുരടിപ്പുള്ളവരായിരുന്നു. അത് വാസ്തവത്തില് ഈ ലേഖനത്തിന് തന്നെ അടിസ്ഥാനപരമാകുന്ന ഒരു പ്രമേയമായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ലേഖനത്തിലെ പൂർണ്ണത, പെർഫെക്റ്റ് എന്ന വാക്ക് പല പ്രാവശ്യം യാക്കോബ് ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 1:4, 17, 25, 2:22, 3:2 ഈ വാക്കുകളെല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്ഷൻ, കംപ്ലീറ്റ് എന്നുള്ള വാക്കുകൾ യാക്കോബ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറയപ്പെടുന്ന പെർഫെക്ഷൻ കൊണ്ട് ഒരു പാപരഹിതമാകുന്ന പൂർണ്ണതയല്ല യാക്കോബ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? വാസ്തവത്തില് ആത്മീക പക്വതയുള്ള, സന്തുലിതമായിരിക്കുന്ന, ആത്മീക വളർച്ച പ്രാപിച്ച ഒരു ജീവിതത്തെയാണ്. ആത്മീക പക്വത എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ഈ കാലഘട്ടത്തില് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അനേക സഭകൾക്കും പലപ്പോഴും ഈ ആത്മീക പക്വത എന്ന് പറയുന്ന അവസ്ഥയില്ല, ശൈശവാവസ്ഥയിലാണ്. കൊരിന്ത്യരോട് തന്നെ പോലും പറയുമ്പോൾ ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന പോലെ അത്രേ എനിക്ക് നിങ്ങളോട് സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കട്ടിയായ ആഹാരം അവർക്ക് ദഹിക്കുമായിരുന്നില്ല, അത് കഴിക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടായിരുന്നില്ല. വാസ്തവത്തില് നമ്മൾ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ യാക്കോബ് അഡ്രസ് ചെയ്യുന്ന യെരുശലേമിലെ സഭയിലെ വിശ്വാസികൾക്കുള്ള ഈ ലേഖനത്തിൽ ഒരു 2000 വർഷത്തിന്റെ ഇപ്പുറം പിന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിലെ സഭയുടെ അവസ്ഥയും കൂടെ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തില് ഈ ലേഖനത്തിൽ യാക്കോബ് കൈകാര്യം ചെയ്യുന്ന വിവിധ നിലയിലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആത്മീക അപക്വതയെ നമുക്ക് കാണാൻ കഴിയും. 1 മുതൽ 4 വാക്യങ്ങൾ ഇംപേഷ്യൻസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്, അതായത് പരീക്ഷകളിൽ അല്ലെങ്കിൽ പരിശോധനകളിൽ അസഹിഷ്ണുത കാണിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ സത്യത്തെക്കുറിച്ച് പറയുന്നെങ്കിലും സത്യത്തിന് അനുസരണമായി ജീവിക്കാത്തതിനെ കുറിച്ച് പറയുന്നു. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ നാവിന്മേൽ നിയന്ത്രണമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ 5-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെ നേടുന്നതിനെ കുറിച്ച് പറയുന്നു. വാസ്തവത്തില് ഇതെല്ലാം ഈ ലേഖനത്തിലെ അതിപ്രധാനമായിരിക്കുന്ന പരാമർശ വിഷയങ്ങളാണ്. യാക്കോബിന്റെ ലേഖനം താത്വികമായി പറഞ്ഞാൽ അല്ലെങ്കിൽ യുക്തിസഹജമായി പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ ലേഖനം കഴിഞ്ഞു വരുന്ന ലേഖനമാണ്. എബ്രായർ കഴിഞ്ഞാണല്ലോ യാക്കോബ് വരുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ എബ്രായ ലേഖനത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്ന ആത്മീകമായിരിക്കുന്ന പെർഫെക്ഷനാണ്, സ്പിരിച്വൽ പെർഫെക്ഷൻ. 4 പ്രാവശ്യം എബ്രായ ലേഖനത്തിൽ പെർഫെക്ഷൻ എന്ന വാക്ക് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അത് വളരെ പ്രത്യേകമായ വാക്യമാണ്. വാസ്തവത്തില് എബ്രായ ലേഖനക്കാരൻ രക്ഷയുടെ പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണത കർത്താവായ യേശു ക്രിസ്തുവിലാണെന്ന് സ്ഥാപിക്കുന്നു.
യാക്കോബ് തന്റെ അനുവാചകരെ അഡ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ രക്ഷയുടെ പൂർണ്ണതയിൽ നമ്മുടെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിൽ നിവർത്തിച്ച പൂർണ്ണതയുള്ള രക്ഷാമാർഗത്തിന്റെ വെളിയിൽ നമുക്കൊരിക്കലും ഒരു ക്രിസ്ത്യൻ മച്യൂരിറ്റി നേടുക ഒരിക്കലും സാധ്യമല്ല എന്നും കൂടെ യാക്കോബ് തന്റെ ലേഖനത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. വീഡിയോയുടെ ലെങ്ത് കുറയുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ പഠനത്തിന്റെ സെഗ്മെന്റ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. 4ാമത്തെ എപ്പിസോഡ് മറ്റൊരു വേള വീണ്ടും നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.